കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ കേരളം ഒഴികെ മറ്റെല്ലായിടത്തും വന്ദേമാതരം പൂർണ്ണമായിട്ട് ഇന്ന് ആലപിക്കുകയുണ്ടായി. പക്ഷേ ലീഗിന്റെ തടവറയിലാണ് കേരളത്തിൽ കോൺഗ്രസ്. അത് രാഷ്ട്രീയമായ ഒരു ആരോപണമായിട്ട് BJP ഉന്നയിക്കുന്നുണ്ട്. അതാണ് ഇവിടെ ശ്രീ യുവരാജ് പറഞ്ഞതും. നിങ്ങൾ മറുപടി പറയേണ്ടത് അതിനാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് സാങ്കേതിക പ്രശ്നം കാരണം കേട്ടോ ഇല്ല കേട്ടായിരുന്നു. ഞാൻ അങ്ങോട്ട് ചോദിച്ച് ഷാക്കിറിന് കേൾക്കാൻ പറ്റിയില്ല. അങ്ങനെയാണ്. അത്രയാണ്. അപ്പം ഞാൻ നിങ്ങൾ ചോദിച്ചതിന് മറുപടി പറയാം. ഒന്ന്, നമ്മളെ BJPയുടെ പ്രതിനിധിക്ക് ഒരു ജാള്യത ഇവിടെ ഇരിക്കുമുണ്ടാവും. ഈ സ്വാതന്ത്ര്യ ദിനം അതുപോലെ റിപ്പബ്ലിക് ദിനമൊക്കെ വരുമ്പോൾ ഇന്ത്യയിലെ RSSകാർക്കും BJPക്കാർക്കും ഈ സ്വാതന്ത്ര്യ ദിനാഘോഷം, സ്വാതന്ത്ര്യ സമര സേനാനികൾ എന്നൊക്കെ കേൾക്കുമ്പോൾ അവർക്ക് ഭയങ്കര അലർജിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ ദേശീയത എന്ന് പറയുന്നത് രാജ്യത്തെ ജനങ്ങളെ തമ്മിലടിപ്പിക്കുക, മതത്തിന്റെ പേര് പറയുക, എന്നാൽ യഥാർത്ഥ ഹിന്ദുമത വിശ്വാസികളാവാതിരിക്കുക, എന്നിട്ട് മതം പറയാത്ത, മതമനുശാസിക്കാത്ത, സന്യാസിമാരോ മതത്തിന്റെ വേദഗ്രന്ഥങ്ങളോ ഒന്നും പറയാത്ത രീതിയിൽ മനുഷ്യരെ ആക്രമിക്കുക, കൊലപ്പെടുത്തുക, രാജ്യത്തെ നശിപ്പിക്കുക, രാജ്യത്തെ സൈനികരെ കൊലപ്പെടുത്തുക, സൈനികരുടെ ശവപ്പെട്ടിയിൽ പോലും കൈയിട്ട് വാരി അഴിമതി നടത്തുക, ഇതൊക്കെയാണ് ഇവർക്കിഷ്ട പരിപാടി. അപ്പം അതുകൊണ്ട് ഇവർ ദയവ് ചെയ്തിട്ട് നമ്മളെ ആരെയും രാജ്യസ്നേഹം, രാഷ്ട്ര സേവനമൊന്നും പഠിപ്പിക്കേണ്ട കാര്യമില്ല. നമ്മളതൊക്കെ തെളിയിച്ചതാണ്. പ്രത്യേകിച്ച് ഈ 150 കോടി ജനങ്ങളെ ബാധിക്കുന്ന നിരവധി പ്രശ്നങ്ങളുണ്ട് മഞ്ജുഷേ. അതെന്താ നിങ്ങൾ ചർച്ചക്കെടുക്കാത്തത്? ഈ വന്ദേമാതരം ദേശീയ ഗീതം ആലപിക്കുന്നതിന്, അത് ആലപിക്കാത്തത് കൊണ്ടോ ആലപിക്കുന്നത് കൊണ്ടോ രാജ്യത്തെ ജനങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഗുണമോ ദോഷമോ ഉണ്ടോ? ഇവിടെ നമ്മൾ ചർച്ച ചെയ്യേണ്ടത് ഏതെങ്കിലും ആളുകളെ ഞാൻ രണ്ടും പറഞ്ഞിട്ടുണ്ട്. രണ്ടും ഒരേ അഭിപ്രായമാണ്. ഞങ്ങൾ ഈ വിഷയത്തിൽ 1950 ജനുവരി 24 നമ്മുടെ രാഷ്ട്രശില്പികൾ രാജ്യത്തെ നിയമമായി, ദേശീയ ഗീതമായി വന്ദേമാതരം അംഗീകരിച്ചു പോന്നതാണ്. ഇപ്പൊ 1996 BJP വാജ്പേയിയുടെ അധികാരത്തിൽ വരുന്നുണ്ട്. 30 വർഷം കഴിഞ്ഞിട്ടില്ലേ മഞ്ജുഷേ? ഇവരുടെ പ്രശ്നം എന്താ അറിയോ? ഇവർ ഒരു വർഷം കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞ് ഓരോ പുതിയ വിവാദങ്ങൾ കൊണ്ടുവന്ന് അത് പാർലമെന്റിൽ ഇവരുടെ സ്വാധീനം വെച്ച് ബില്ല് കൊണ്ടുവന്ന് നിയമമാക്കി ആളുകളെ തമ്മിലടിപ്പിക്കാൻ, വിവാദങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. ഈ ഗോകുലെ പോലെയുള്ള BJPയുടെ സഹപ്രവർത്തകന്മാർ വിഷയം ശരിയായി മനസ്സിലാക്കാതെ, ഹൈന്ദവ മതത്തെ പോലും ശരിയായി മനസ്സിലാക്കാതെ മുസ്ലിംകളെ ദ്രോഹികളും രാജ്യദ്രോഹികളും ഒക്കെ ആക്കി. ഇവിടെ ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് കേരളം ഒഴികെ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും AICC ആസ്ഥാനത്തും വന്ദേമാതരം മുഴുവനായിട്ട് ആലപിക്കുകയുണ്ടായി. അതുകൊണ്ടാണല്ലോ കോൺഗ്രസ് നേതാക്കൾ കേരളത്തിലെ ഇന്ന് ഡിഫൻസീവ് മൂഡിലായിരിക്കുന്നത്. ചിലർ മാപ്പ് പറയുക പോലും ചെയ്തു. അങ്ങനെ AICC അതിലൊരു രാഷ്ട്രീയ ആരോപണമുണ്ട്. ലീഗാണല്ലോ അന്നും ആവശ്യപ്പെട്ടത്, അന്നത്തെ മുസ്ലിം ലീഗാണല്ലോ അന്ന് ആവശ്യപ്പെട്ടിരുന്നത് പ്രധാനമായിട്ടും ഈ ബാക്കി ചരണങ്ങൾ ഒഴിവാക്കുക, ആദ്യ 2 ചരണങ്ങൾ മതി എന്നുള്ളത്, പ്രകൃതി വർണ്ണനയുള്ള ആദ്യ 2 ചരണങ്ങൾ മതി എന്നുള്ളത്. ഇപ്പോൾ നിങ്ങൾ മുസ്ലിം ലീഗിന്റെ തടവറയിൽ കോൺഗ്രസ് നേതൃത്വം വന്നിരിക്കുന്നു. അതുകൊണ്ട് കേരളത്തിൽ ആലപിക്കാൻ സമ്മതിച്ചില്ല. ചീഫ് സെക്രട്ടറി താഴേക്ക് ഉത്തരവ് കൊടുത്തിട്ട് പോലും. ഇതൊരു രാഷ്ട്രീയ ആരോപണമാണ്. അതിനുള്ള മറുപടി നൽകണം. മറ്റ് സംസ്ഥാനങ്ങളിൽ ആലപിച്ചു. AICC ആസ്ഥാനത്തും കണ്ടു. AICC ആസ്ഥാനത്ത് പിന്നെ ചിലപ്പോൾ അബദ്ധം പറ്റിയതായിരിക്കാം, നേതാക്കൾ അറിഞ്ഞില്ല എന്ന് അവരുടെ ശരീരഭാഷയിൽ വ്യക്തമാണ്. നമ്മളെ ജീവിതത്തിലെ വളരെ വിലപ്പെട്ട സമയം നിർമ്മാണാത്മകമായ വല്ല കാര്യങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുക. രാഷ്ട്രീയ വിമർശനങ്ങളെയോ അല്ലെങ്കിൽ മറ്റോ അംഗീകരിക്കണേനോ ഒന്നും ഒരു കുഴപ്പമില്ല. പക്ഷേ ഈ രീതിയിൽ രാജ്യത്തെ കൊണ്ടുപോകുന്നത് വളരെ രാഷ്ട്രീയ വിമർശനമാണെങ്കിൽ രാഷ്ട്രീയ വിമർശനങ്ങൾക്ക് ആ രീതിയിൽ മറുപടി നൽകണം. ഇദ്ദേഹം മാത്രമല്ല, യുവരാജ് മാത്രമല്ല, ഞാൻ മാത്രമല്ല, ജവാദും അത് പറഞ്ഞിരുന്നു. ജവാദും ഇതേ കാര്യം തന്നെയാണ് പറഞ്ഞത്. ജവാദ് വന്ദേമാതരം മുഴുവനായിട്ട് ആലപിക്കുന്നതിനെതിരെ നിൽക്കുന്നയാളാണ്. പക്ഷെ നിങ്ങളുടെ നിലപാടിനെ അദ്ദേഹവും ചോദ്യം ചെയ്തിരുന്നു. അല്ല, ജവാദ് ആരാന്നുള്ളത് എല്ലാവർക്കും അറിയാം. അദ്ദേഹം ലീഗിനെയും കോൺഗ്രസിനെയും നിശിതമായി വിമർശിക്കുന്ന ഒരു വ്യക്തിയാണ്. അത് അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യം, നമ്മൾ വകവെച്ച് കൊടുക്കുന്നു. പക്ഷേ അദ്ദേഹം പറയുന്നത് കൊണ്ടോ നിങ്ങൾ പറയുന്നത് കൊണ്ടോ അത് ശരിയാവണമെന്നില്ലല്ലോ. എന്റെ വാദം ഈ വിഷയത്തിൽ ഇത്രയാണ്. ഇത് പാർലമെന്റിൽ പുതിയ ബില്ല് ഇവർ കൊണ്ടുവന്നപ്പോൾ അന്ന് ഈ കാര്യത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അതുപോലെ തന്നെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും മറ്റ് രാജ്യത്തെ മുഴുവൻ പ്രതിപക്ഷ സംഘടനകളും ഒരേ നിലപാട് സ്വീകരിച്ചതാണ്. അവിടെ മുസ്ലിം ലീഗ് മാത്രം നിലപാടൊന്നുമില്ല. മാത്രവുമല്ല, ഇപ്പൊ നിങ്ങൾ നോക്കി, ഞാൻ നേരത്തെ പറയാൻ വന്നത് മഞ്ജുഷ് സമ്മതിച്ചിട്ടില്ല. 96 രാജ്യത്ത് ആദ്യത്തെ BJP ഗവൺമെന്റ് വരുന്നുണ്ട്. അതുപോലെ പിന്നീട് പല തവണകൾ, ഇപ്പൊ 3ാം തവണ തുടർച്ചയായി നരേന്ദ്രമോദി ഭരണത്തിലിരിക്കുന്നു. ഇവർ ഓരോ സമയത്ത് വിവാദ ബില്ലുകൾ ഓരോന്ന് കൊണ്ടുവന്ന് നിയമമാക്കുകയാണ്. എന്നിട്ട് രാജ്യത്തെ പ്രധാന പ്രശ്നങ്ങളിൽ നിന്ന് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നു, വഴി മാറ്റുന്നു.
ഇപ്പൊ ഞാൻ മഞ്ജുഷയോട് ആവർത്തിച്ച് ചോദിക്കുകയാണ്, ഈ വിലക്കയറ്റം ഉൾപ്പെടെയുള്ള നിരവധി പ്രശ്നങ്ങൾ രാജ്യത്തുണ്ട്. ന്യൂസ് 8 എന്താ ചർച്ചയ്ക്ക് എടുക്കാത്തത്? അതൊക്കെ ചർച്ചയ്ക്ക് എടുക്കുന്നുണ്ട് ശ്രീ ഷാക്കിർ. താങ്കൾ അതിൽ നിന്ന് ഒളിച്ചോടില്ല. അല്ല, അങ്ങനെയാണെങ്കിൽ നിങ്ങളെടുത്ത താങ്കൾ പറയുന്നത് പാർലമെന്റിൽ നിലപാടെടുത്തുവെന്ന്. പാർലമെന്റിലെ നിലപാടായിരുന്നോ കോൺഗ്രസ് ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കണ്ടത് എന്നതിന് മറുപടി ഇല്ല ഷാക്കിറിന്. അതുകൊണ്ടാണ് കോൺഗ്രസ് നേതാക്കളും ചർച്ച അത് ഞാൻ മറുപടി പറയേണ്ട വിഷയമല്ലല്ലോ. അതെന്തുകൊണ്ട് മറുപടി പറയേണ്ട വിഷയമല്ലാതെ കേരളത്തിൽ നിങ്ങളുടെ സഖ്യകക്ഷിയാണ് കോൺഗ്രസ് പാർട്ടി. അപ്പോൾ നിങ്ങളുടെ തടവറയിലാണ് കോൺഗ്രസ് കേരളത്തിൽ. ബാക്കി സ്ഥലത്ത് ആ കുഴപ്പമില്ല, കാരണം മുസ്ലിം ലീഗിന്റെ കൂട്ടുകക്ഷി അല്ല മറ്റു ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ. ഉണ്ടെങ്കിൽ തന്നെ ചെറിയ രീതിയിലൊക്കെ ഉണ്ടാവുകയുള്ളൂ. അത് രാഷ്ട്രീയ വിമർശനത്തിന് വേണ്ടി നിങ്ങൾ ഉപയോഗിക്കുന്ന പദങ്ങളല്ലാണ്ട് അതിന് വസ്തുതയുണ്ടോ? വി.ഡി. സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി കൃത്യമായി പറയുന്നുണ്ട്. മറ്റ് കഴിഞ്ഞ മുഖ്യമന്ത്രിയെ പോലെ അല്ല, നിങ്ങൾ ചോദിക്കുന്ന എല്ലാ ചോദ്യത്തിനും വളരെ കൃത്യമായി ശ്രീ വി.ഡി. സതീശൻ ഉത്തരം നൽകുന്നുണ്ട്. പിന്നെ എന്തിനാണ് ദുർവ്യാഖ്യാനം നടത്തുന്നത്? രാഷ്ട്രീയ വിമർശനങ്ങളാവാൻ നമ്മൾ സ്വാഗതം ചെയ്യുന്നു. പക്ഷെ ജനങ്ങളെ തമ്മിലടിപ്പിക്കുന്ന, മതപരമായി വേർതിരിവുണ്ടാക്കുന്ന, രാഷ്ട്രത്തെ മറ്റൊരു വിഭജനത്തിലേക്ക് തള്ളിവിടുന്ന ഈ അനാവശ്യ വിവാദങ്ങൾ എന്തിനാണ്? ജവാദ്, അപ്പോൾ താങ്കൾ ഉന്നയിച്ചതും ഈ രീതിയിലുള്ള വിമർശനമായി പോയി കേട്ടോ. ഇദ്ദേഹം പറയുന്ന രീതിയിലാണെങ്കിൽ, ഷാക്കിർ പറയുന്ന രീതിയിലാണെങ്കിൽ അനാവശ്യമായിട്ടുള്ള വിമർശനം ഉന്നയിക്കുകയാണ്, തമ്മിലടിപ്പിക്കുന്ന കാര്യമാണെന്ന്. ജവാദ്, എങ്ങനെയാണ് താങ്കൾ കാണുന്നത് ഷാക്കിറിന്റെ ഈ മറുപടിയെ? ഞാൻ ചോദിക്കുന്നത് 1937 വന്ദേമാതരത്തിലെ 2 സ്റ്റാൻസുകൾ അല്ലാത്ത കാര്യങ്ങളിൽ ഇന്ത്യയുടെ ബഹുസ്വര മൂല്യങ്ങൾക്ക് നിരക്കാത്ത വരികളുണ്ടെന്നും അത് ഔദ്യോഗിക പരിപാടികളിൽ ആലപിക്കേണ്ടതില്ല, ആദ്യത്തെ 2 സ്റ്റാൻസുകൾ മാത്രമേ ആലപിക്കാൻ പാടുള്ളൂ എന്നും ജവഹർലാൽ നെഹ്റുവിന്റെ ഒക്കെ കാലത്ത്, മഹാത്മാഗാന്ധിയുടെ കാലത്ത് കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി തീരുമാനിച്ചതാണ്. ആ തീരുമാനത്തിൽ നിന്ന് 2026 കോൺഗ്രസിന് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നതിന് മറുപടി പറയേണ്ടത് കോൺഗ്രസിന്റെ നേതൃത്വമാണ്. ആ 2 സ്റ്റാൻസുകളും പാടാൻ പാടില്ല എന്ന് അന്ന് തീരുമാനമെടുത്ത മുസ്ലിം ലീഗ്, അവരുടെ ഇന്നത്തെ തീരുമാനത്തിന്റെ വൈരുദ്ധ്യങ്ങളെ വിശദീകരിക്കേണ്ടതും അവരാണ്. പക്ഷെ ഇവിടെ മറ്റൊരു കാര്യം, അഭിമാനത്തോടെ നാം ആഘോഷിക്കേണ്ട സ്വാതന്ത്ര്യ ദിനത്തിൽ ഇത്തരം അനാവശ്യമായ വിവാദങ്ങൾ സൃഷ്ടിക്കുന്ന ആളുകളുടെ രാജ്യസ്നേഹത്തിലും ഞാൻ സംശയം പ്രകടിപ്പിക്കുകയാണ്. 1986 പ്രമാദമായ ബിജോയ് ഇമ്മാനുവൽ കേസിനെ ഈ ഘട്ടത്തിൽ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. കോട്ടയം ജില്ലയിലെ പാമ്പാടിയിലുള്ള ഒരു സ്കൂളിൽ 3 വിദ്യാർത്ഥികൾ, ബിജോയ് ഇമ്മാനുവൽ, ബിനു മോൾ, ബിന്ദു ഇമ്മാനുവൽ എന്നീ 3 വിദ്യാർത്ഥികൾ ക്രിസ്തു മതത്തിലെ യഹോവ സാക്ഷികൾ എന്ന വിഭാഗത്തിൽപ്പെട്ടവരാണ്. ദേശീയ ഗാനം ആലപിക്കുമ്പോൾ ഈ 3 കുട്ടികളും ആദരവോടെ എഴുന്നേറ്റ് നിൽക്കുമെങ്കിലും അവര് പാടാറില്ലായിരുന്നു. തങ്ങളുടെ ദൈവത്തെ അല്ലാതെ മറ്റൊന്നിനെയും പ്രകീർത്തിക്കാൻ പാടില്ല എന്നാണ് അവരുടെ വിശ്വാസ സങ്കല്പം എന്നാണ് അവർ ന്യായം പറഞ്ഞിരുന്നത്. ആദ്യഘട്ടത്തിലൊന്നും വിവാദങ്ങളൊന്നും ഇല്ലെങ്കിലും 1985 ഒരു MLA നിയമസഭയിൽ ഇത് ഉന്നയിക്കുകയും അതിനുശേഷം ഇത് വലിയ വിവാദമാവുകയും ചെയ്തു. അധികാരികളുടെ ഉത്തരവിനെ തുടർന്ന് ആ സ്കൂളിലെ കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.